ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് 23-ാം തീയതിയിലെ വണക്കമാസം നമുക്ക് വായിക്കാം. പരിശുദ്ധ ദൈവമാതാവ് ആദിമ ക്രിസ്ത്യാനികൾക്ക് ചെയ്ത സഹായം. ഒന്നാമത്, മറിയം അവർക്ക് തുണയും ആലോചനക്കാരിയുമായിരുന്നു. രണ്ടാമത്, അവർക്ക് മാതൃകയായിരുന്നു. മൂന്നാമത്, അവർക്ക് സങ്കേതമായിരുന്നു. ആദ്യം, ലോകരക്ഷകനായ ഈശോ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ ശേഷം തന്നാൽ സ്ഥാപിതമായ തിരുസഭയ്ക്ക് ആലോചനക്കാരിയും സഹായക്കാരിയുമായിരുന്ന് ആദിമ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിലും പുണ്യങ്ങളിലും സ്ഥിരപ്പെടുത്തുന്നതിനായി തൻ്റെ ദിവ്യമാതാവ് കുറേ കാലം കൂടി ഈ ലോകത്തിലിരിക്കുവാൻ ദൈവം തിരുമനസ്സായി. ആ കാലത്ത് ക്രിസ്ത്യാനികൾ വിശ്വാസ സംബന്ധമായ സംശയങ്ങളും മറ്റും തീർക്കുന്നതിന് മറിയത്തിൻ്റെ പക്കൽ പോവുകയും അമ്മയെപ്പോലെ ആ നാഥയെ വണങ്ങി സ്നേഹിച്ചു വരികയും ചെയ്തു. അഗാധമായ ദൈവീക ജ്ഞാനം ലഭിച്ചിട്ടുള്ള മറിയമാകട്ടെ, വിവേകപൂർവം ഓരോരുത്തൻ്റെയും ബുദ്ധിശക്തിക്കനുസരണമായ വിധത്തിൽ ഉപദേശിച്ച് അവർക്ക് സന്ദേഹ നിവാരണം വരുത്തി മനസമാധാനത്തോടു കൂടെ അവരെ പറഞ്ഞയച്ചിരുന്നു. ഇപ്രകാരം നിങ്ങളും വിശ്വാസത്തിന് വിരോധമായ പരീക്ഷകളിലും സംശയങ്ങളിലും മറിയത്തിൻ്റെ സഹായം അപേക്ഷിച്ചാൽ ഈ അമ്മ നിങ്ങൾക്ക് വേണ്ട ആത്മീയ പ്രകാശവും വരപ്രസാദങ്ങളും തരുമെന്നുള്ളതിന് സംശയമില്ല. രണ്ടാമത്, ദൈവമാതാവ് സകല പുണ്യങ്ങളുടെയും ഇരിപ്പിടമായിട്ടാണല്ലോ വിളങ്ങുന്നത്. ഈ നാഥയുടെ ഓരോ കൃത്യവും ഹൃദയാകർഷകമായ സന്മാതൃകയായിരുന്നു. ഏത് പ്രായത്തിലും അന്തസ്സിലുമുള്ള ക്രിസ്ത്യാനികൾക്കും ആവശ്യമായ സന്മാതൃകകളിൽ ഒന്നും തന്നെ മറിയത്തിൽ ഇല്ലാതിരുന്നില്ല. പൂർവ്വ ക്രിസ്ത്യാനികളും ഈ അമ്മയെ അനുകരിക്കുന്നതിന് യഥാശക്തി പരിശ്രമിച്ചിരുന്നു. നിങ്ങളും ഈ മാതാവിൻ്റെ ഉത്തമ മാതൃകകളെ കണ്ടുപഠിച്ച് അതിനൊത്ത വിധം നടക്കണം. ഈ അമ്മയുടെ നടപടികളെ ഗാഢമായി ആലോചിച്ചാൽ തക്ക താല്പര്യത്തോടുകൂടെ സർവേശ്വരന് ശുശ്രൂഷ ചെയ്യുവാനും പരസ്നേഹം, വിരക്തി, ഹൃദയശുദ്ധത മുതലായ പുണ്യങ്ങളെ സമ്പാദിപ്പാനുമുള്ള മാർഗങ്ങൾ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. മൂന്നാമത്, പരിശുദ്ധ ദൈവമാതാവ് ആദിമ ക്രിസ്ത്യാനികൾക്ക് സങ്കേതമായിരുന്നു. അവർ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളിലും അവരുടെ ഓരോ ആവശ്യങ്ങളിലും തിരുസഭയ്ക്ക് നേരിട്ടിരുന്ന പീഡകളിലും മറിയത്തിൻ്റെ സങ്കേതത്തിൽ ഓടിച്ചെന്നിരുന്നു. ഈ മാതാവ് തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നു എന്നും സ്വപുത്രൻ്റെ സന്നിധിയിൽ സർവ്വവല്ലഭയാണെന്നും അറിഞ്ഞ് നല്ല ആശയോടുകൂടിയാണ് അവർ മറിയത്തിൻ്റെ സഹായം അപേക്ഷിച്ചിരുന്നത്. നിങ്ങളും ഈ ന്യായങ്ങൾ മനസ്സിലാക്കി ദൈവമാതാവിനെ ശരണീകരിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആത്മീയമായ ഓരോരോ ആവശ്യങ്ങളിലും ലൗകികമായ ഞെരുക്കങ്ങളിലും ഈ ദിവ്യമാതാവിൻ്റെ സങ്കേതം പ്രാപിച്ച് പ്രാർത്ഥിക്കണം. ആദിമ ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ ഭക്തിപൂർവം മാതാവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നതിൽ തെല്ലും സംശയമില്ല. ദൃഷ്ടാന്തം, വിശുദ്ധ യോഹന്നാൻ ക്രൂസ് ദൈവമാതാവിൻ്റെ ഒരു പ്രത്യേക ഭക്തനായി ജീവിച്ചതിനാൽ അനേക പ്രാവശ്യം ഈ അമ്മയുടെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരവസരത്തിൽ മരിക്കാൻ തക്ക അപകടത്തിൽ നിന്നും ദൈവമാതാവിൻ്റെ സഹായത്താൽ അദ്ദേഹം രക്ഷ പ്രാപിക്കുകയുണ്ടായി. ആ സംഭവം ചുരുക്കി പറയാം. യോഹന്നാന് 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം രോഗികൾക്ക് പരികർമ്മം ചെയ്യാനായി അവിടെ സഞ്ചരിച്ചിരുന്നു. ഈ സഞ്ചാരത്തിൽ അദ്ദേഹം ഒരിക്കൽ ആഴമുള്ളൊരു കിണറ്റിൽ കാല് തെറ്റി വീഴാനിടയായി. അടുക്കലുണ്ടായിരുന്ന ചിലർ അദ്ദേഹം ജലസമ്പൂർണമായ കിണറ്റിൽ വീണത് കൊണ്ട് മരിച്ചിരിക്കുമെന്ന് നിശ്ചയിച്ച് കിണറ്റുകര നിന്നുകൊണ്ട് നിലവിളി കൂട്ടി. എന്നാൽ കിണറ്റിൽ വീണ യോഹന്നാൻ, നിങ്ങൾ നിലവിളിക്കേണ്ട, എനിക്കൊരു ആപത്തും വന്നിട്ടില്ല, ഒരു കയറിട്ട് തന്നാൽ ക്ഷണത്തിൽ ഞാൻ കയറിക്കൊള്ളാം എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് പ്രകാരം അവരിട്ടുകൊടുത്ത കയറിന്മേൽ പിടിച്ച് ഒരു കേടും കൂടാതെ കരയ്ക്ക് കയറുകയും ചെയ്തു. കൂടിയിരുന്ന ജനങ്ങൾ അദ്ദേഹം കിണറ്റിൽ വീണിട്ട് യാതൊരു അപകടവും സംഭവിക്കാഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചതിന് പറഞ്ഞ മറുപടി പ്രകാരമാണ്: ഞാൻ വീണ ക്ഷണത്തിൽ സൗന്ദര്യവതിയായ ഒരു രാജ്ഞി തൻ്റെ വസ്ത്രം വിരിച്ചു പിടിച്ച് അതിലെന്നെ താങ്ങിക്കൊള്ളുകയുണ്ടായി. പിന്നെയും ഞാൻ വെള്ളത്തിൽ താണു പോകാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ കയറിട്ട് തരുന്നതുവരെയും ഈ രാജ്ഞി എന്നെ താങ്ങിക്കൊണ്ടിരുന്നു. ഈ സംഭവം കേട്ടവരൊക്കെ അത്യധികം വിസ്മയിച്ച് ദൈവമാതാവിനെ സ്തുതിച്ചു കൊണ്ടാടി.
വിശുദ്ധ യോഹന്നാൻ തന്നെ കാത്തുരക്ഷിച്ച ദൈവമാതാവിനെ അധികമധികം സ്നേഹിക്കുകയും ഈ നാഥയുടെ എല്ലാ തിരുനാളുകളും പ്രത്യേകമായി ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച തിരുനാളിനെയും ഏറ്റവും ഭക്തിയോടുകൂടെ കൊണ്ടാടുകയും മറ്റുള്ളവരും മാതാവിൻ്റെ സങ്കേതം പ്രാപിക്കാൻ തക്കവണ്ണം പ്രസംഗിക്കുകയും ചെയ്യുകയാൽ ഒടുക്കം ഈ മാതാവിൻ്റെ സഹായത്താൽ പുണ്യവാനായി മരണം പ്രാപിച്ചു. ക്രിസ്ത്യാനികളെ, നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ ദൈവമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഭക്തിപൂർവം ഈ നാഥയോട് പ്രാർത്ഥിക്കണം. ജപം. പരിശുദ്ധ മറിയമേ, എൻ്റെ സഹായമേ, എത്രയോ പ്രാവശ്യം പാപം മൂലം പിശാചിനടിമയായി നിത്യനരകത്തിന് പോകുന്നതിന് ഞാൻ യോഗ്യനായി. എങ്കിലും അങ്ങന്ന് എൻ്റെ പാപക്കെട്ടുകളെ അഴിച്ച് എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചുവല്ലോ. ദുഷ്ടപിശാച് എന്നെ നശിപ്പിക്കാൻ ഇടവിടാതെ ശ്രമിക്കുന്നതിനാൽ വീണ്ടും അവന് അടിമയായി തീർന്നേക്കുമെന്ന് ഭയപ്പെടുന്നു. പരിശുദ്ധ കന്യകയെ, എനിക്ക് അങ്ങ് തുണയായിരിക്കണമേ. അങ്ങേ സഹായമുണ്ടായാൽ എൻ്റെ ശത്രുക്കളെ ഞാൻ ജയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ആകയാൽ പരീക്ഷകളിലും പ്രത്യേകം മരണസമയത്തിലും പിശാച് എന്നോട് ചെയ്യാനിരിക്കുന്ന കഠിന യുദ്ധത്തിലും അങ്ങയെ മറക്കാതെ ഈശോ, മറിയം എന്ന തിരുനാമങ്ങളെ ഭക്തിപൂർവ്വം ഉച്ചരിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാട് രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുള്ള സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം പ്രാർത്ഥനയും 3 സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയമേ 3 തൃത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കാം. പിന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയെ ചൊല്ലാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയായിലെ രാജകന്യകെ എന്ന ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. രാജകന്യകയെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പെടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണം. പാപിയുള്ള സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപിയുള്ള സങ്കേതമേ, ജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപിയുള്ള സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ പ്രാർത്ഥിക്കണമേ. പാപിയുള്ള സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപിയുള്ള സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃത ജപം. കന്യകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ, എൻ്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെട്ട് കരയുവാൻ കൃപ ചെയ്യണമേ. ഇന്നത്തെ സൽക്രിയ. ഒരു യാചകന് ഭക്ഷണം കൊടുക്കണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യൂസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേൻ.